ഈ സർക്കാരിന്റെ ഭരണം കൊണ്ട് ദരിദ്രർ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? അടിസ്ഥാനമായിട്ടുള്ളൊരു ചോദ്യം അതാണല്ലോ. ഞാൻ ഈ സർക്കാരിനെ വിലയിരുത്തുന്നത് പ്രധാനമായും 4 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ഈ സംസ്ഥാനം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുൾഡോസർ രാജ് നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള സമുദായ സ്പർദ്ധയിൽ ഒരു ഏതെങ്കിലും ലഹളയോ കലഹമോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായി വേർതിരിഞ്ഞ് ആളുകൾക്ക് പോരാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും, മുനമ്പം പോലൊരു വിഷയം വന്നിട്ടും വഖഫ് പോലൊരു വിഷയം വന്നിട്ടും ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും സോഷ്യൽ എഞ്ചിനീയറിങ്ങുകൾ ഉണ്ടായിട്ടും സമുദായങ്ങൾ പരസ്പരം നേർക്കുനേർ തെരുവിലിറങ്ങി പോരാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മണിപ്പൂർ നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ. അത്തരം വിഷലിപ്തമായ ഒരു സാഹചര്യത്തിലൂടെയല്ല നമ്മുടെ സംസ്ഥാനം കടന്നുപോയത്. ഇന്നും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന മതനിരപേക്ഷമായിട്ടുള്ള സമുദായ സൗഹാർദ്ദം നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ കക്ഷികൾ ഇത് വ്യത്യസ്ത തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ സമുദായ കലാപങ്ങളോ സ്പർദ്ധയോ ഇല്ലാതെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണിത് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് 4 വർഷം പൂർത്തിയാകുമ്പോഴും ഒരു സമുദായ സംഘർഷമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. മതനിരപേക്ഷമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതും ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം.